ഹലോ മുത്തുമണീസ്, വൈകുന്നേരം ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ സ്നോവി എൻ്റെ കൂടെ തന്നെ എണീറ്റു. അവളെ പിടിച്ചൊന്ന് ഉമ്മൊക്കെ വെച്ചിട്ട് നേരെ കിച്ചണിലോട്ട് പോകാൻ ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട. അപ്പോൾ നോക്കുമ്പോൾ നല്ല എല്ലുള്ള ബീഫ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ബീഫ് ഉണ്ടായിരുന്നു. അതെടുത്ത് വേഗം കുക്കറിൽ കഴുകിയിട്ടതിന് ശേഷം സവാളയും തക്കാളിയും പച്ചമുളക് കീറിയതും കറിവേപ്പിലയും മല്ലിയില പുതിനായില കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് കൈകൊണ്ട് ഞരടി അങ്ങ് പിടിപ്പിച്ചു. ഞരടി പിടിപ്പിച്ചതിന് ശേഷം ആ കൈയിൽ നിന്ന് അര ഗ്ലാസ് വെള്ളത്തിൽ അങ്ങ് കഴുകിയതിന് ശേഷം ചെറിയ തീയിൽ അടുപ്പിൽ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു. കൂടെ നല്ല നെയ്സ്പത്രി കഴിക്കണം തോന്നി വെള്ളം ചൂടാക്കാൻ വെച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോഴത്തേക്ക് ബീഫും തുറന്നു നോക്കിയപ്പോൾ പൊള്ളപ്പൻ മണം വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ആ നെയ്സ്പത്രി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പ്രസ് കാണുന്നില്ല. ഉടനെ പത്തിരി കുഴലെടുത്ത് പരത്തി നല്ല ഒരു യോഗാട്ടിൻ്റെ പാത്രമൊക്കെ വെച്ച് ഷേപ്പാക്കി നല്ല കല്ലിൽ ചുട്ടെടുത്ത്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നല്ല കിടക്കാച്ചായിട്ട് വെന്ത് വരുന്നുണ്ട്. ചെറിയ ഉള്ളി എടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് വറവിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പത്തിരി മുക്കിയെടുത്ത് അതിനകത്തേക്ക് നമ്മുടെ കട്ടിയുള്ള ആ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് പിടുത്തം പിടിച്ചപ്പോണ്ടല്ലോ അടിപൊളിയാണ്, കിടുവാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.